ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു ബോ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബോ ആണ്. ഇതിലിപ്പം ഞാൻ അലിഗേറ്റർ ക്ലിപ്പാണ് കുത്തിയിട്ടുള്ളത്. കാരണം എൻ്റെ സാധാരണ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ക്ലിപ്പ് എനിക്ക് വരണത്രേ. അപ്പോൾ ഞാൻ ഇവിടെ ഇതാ ഒരു ക്ലോത്ത് രണ്ട് മടക്കായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാറ്റേൺ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ പൊതിയില്ലേ, നമ്മുടെ ബ്രൗൺ പേപ്പർ പൊതി അതെടുത്ത് അത് മെഷർ ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രാവശ്യം മാത്രമേ ഈ ഒരു പാറ്റേൺ ഉണ്ടാക്കുന്നുണ്ടോ. പിന്നെ ബാക്കിയുള്ള ടൈം നമുക്കിത് ക്ലോത്തിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പം നമുക്ക് നല്ല സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഇനി ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്, നിങ്ങൾ ആദ്യം ഞാൻ ഈ പറയുന്ന മെഷർമെൻറ്റ് നിങ്ങൾ ഒരു ബ്രൗൺ പേപ്പറിലോ ചാർട്ട് പേപ്പറിലോ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വെക്കാം. എന്നിട്ട് നിങ്ങൾ ക്ലോത്തിൻ്റെ മുകളിൽ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയും വേണ്ടു. അപ്പോൾ ഭയങ്കര ഈസിയാണ്. അപ്പോൾ കുറേ ആൾക്കാർ എന്നോട് സെൻറ്റിമീറ്റർ ബേസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ 11 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. 11 ഇഞ്ച് പറയുമ്പോൾ 28 സെൻറ്റിമീറ്ററാണ് വരുന്നത്. അപ്പോൾ ആദ്യം മുകളിലത്തെ 28 സെൻറ്റിമീറ്റർ 11 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് താഴയിൽ 8 ഇഞ്ചാണ് എടുക്കേണ്ടത്. 8 ഇഞ്ച് പറയുമ്പോൾ 21 സെൻറ്റിമീറ്ററാണ് തോന്നുന്നത്. അപ്പോൾ ആദ്യം മുകളിലും താഴലും നമ്മൾ ഈ ഒരളവിൽ എടുത്തു കൊടുക്കണം. അത് മുകളിലെ വശം വീതി കൂടുതലും താഴെ വശം വീതി കുറവാണ്. പിന്നെ ഇതിൻ്റെ നീളം വരുന്നത് 45 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ നീളം വരുന്നത്. അപ്പം നമ്മൾ ആദ്യം ഒരു പാറ്റേണിൻ്റെ അടുത്ത് മുകളിലത്തെ വശം വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് താഴേക്കുള്ള നീളവും അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് താഴെ വശം വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ കിട്ടും. ഈ ഒരു ഷേപ്പാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു ഷേപ്പിൽ നമുക്കിനി കട്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ പ്രാവശ്യം മാത്രമേ നമുക്ക് എന്താക്കൂ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഈ ഒരു പാറ്റേൺ വെച്ച് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഞാനിതാ ഈ ക്ലോത്തിൻ്റെ മുകളിലൂടെ ഇതുപോലെ നല്ല നീറ്റായിട്ട് വരഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ വരയ്ക്കുമ്പോൾ സേഫ്റ്റി പിന്നല്ല, സ്കാർഫ് പിന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലിപ്പ് വെച്ചിട്ട്, സ്കാർഫ് പിന്ന് വേണ്ട, എന്തെങ്കിലും ഒരു ക്ലിപ്പ് വെച്ചിട്ട് ഇത് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് എന്താ പറയുക പ്ലക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്താവും, അതവിടെ ടൈറ്റായിട്ട് നിൽക്കുമല്ലോ. ഞാനിവിടെ ഇപ്പോൾ ഒരു കത്രികയാണ് വെച്ചിട്ടുള്ളത് അതിൻ്റെ മുകളിലോട്ടായിട്ട്. അപ്പോൾ നമുക്കിത് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു അളവിൽ നമുക്ക് കിട്ടും. ഇനി ഇതേ അളവിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് പറ്റിയ മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ, ഞാനിത് എടുത്ത ക്ലോത്ത് ഒരു ബ്രൗൺ കളറായിപ്പോയി. ബ്രൗൺ കളറല്ല, ഒരു കാപ്പി കളറായിപ്പോയി. ബ്രൗൺ അല്ല, കാപ്പി കളറാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഞാനിത് രാത്രിയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ സംഭവം രാത്രി വീഡിയോ എടുക്കുന്ന ടൈമിൽ വേഗം ഒരു ക്ലോത്ത് എടുത്ത് അതിൻ്റെ അടുത്ത് ചെയ്തതാണ്. കാരണം മോൻ ഉറങ്ങുന്നുണ്ടായി. അപ്പം വേഗം ചെയ്തതാണ്. അപ്പോൾ വീഡിയോ ക്ലിയർ ഉണ്ടാവോ, ഫോട്ടോസൊന്നും ക്ലിയർ ഉണ്ടാവുന്നില്ല കാര്യം ആ ഒരു ടൈം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല പണിയായിട്ട് എനിക്ക് ഫോട്ടോസൊന്നും അത്ര ക്ലിയറായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഞാനിതാ ഇതുപോലെ കട്ടാക്കി കൊടുക്കലാണ്. നല്ല സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ ഈ ഒരു ബോക്ക് നമുക്ക് വാങ്ങാം. കാരണം XXL സൈസായിരിക്കും ഈ ഒരു ബോ നമ്മൾ ചെയ്യുന്ന ഈ ഒരു ബോ. അപ്പോൾ നമ്മളിതാ ഈ ഒരു ബോ ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ രണ്ട് ഭാഗത്തിൽ ഈ ഒരു ഭാഗം വിട്ടു കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഫുള്ളായിട്ടുള്ള സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഭാഗം വിട്ടു കൊടുക്കുക, ബാക്കി ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ സ്റ്റിച്ചാക്കാൻ പോകലാണ്. ഇത് പിന്നെ ഈ ഒരു മെഷീൻ്റെ റിവ്യൂ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസ് ഒരു കമൻറ്റ് ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ ഇൻഷാ അല്ലാ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു ഭാഗം വിട്ട് ബാക്കിയുള്ള ഭാഗം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കലാണ്. നല്ല നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ ബോൻ്റെ വീഡിയോ ആണ് ഞാനിപ്പം ഇടുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് നെക്സ്റ്റ് വീഡിയോ സ്ക്രഞ്ചീസിൻ്റെ ആയിരിക്കും ഇൻഷാ അല്ലാ. നാളത്തെ വീഡിയോ അല്ലെങ്കിൽ ഇനി വരുന്ന വീഡിയോ നമ്മളെ ബനി സ്ക്രഞ്ചീൻ്റെതായിരിക്കും. അപ്പം ഇന്നൊരു ബോൻ്റെ ആയിരിക്കോട്ടെ. അപ്പോൾ ഒരു വെറൈറ്റി വേണ്ടേ. അപ്പോൾ ഞാൻ എല്ലാ ഭാഗവും ഒന്ന് സ്റ്റിച്ചാക്കി കൊടുക്കലാണ്. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എന്താ പറയുക, ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ നൂലൊക്കെ സെറ്റാണോ എന്നുള്ള കാര്യം നോക്കാം. ബിഗിനേഴ്സിന് ഇത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവരെങ്കിൽ അവർക്ക് മനസ്സിലാവുന്നില്ല പറഞ്ഞിട്ടൊരു കമൻറ്റ് ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്ന ഒരു സ്മോൾ ബിസിനസ്സാണ്. ഞാൻ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായതാണ്. ഇപ്പം ഞാൻ അത് നിർത്തിയിട്ടുണ്ടായിന്. ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഞാൻ സ്ക്രഞ്ചീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പം എൻ്റെ ഇടയിൽ ഇതാ ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ലോക്ക് ഇട്ടതിന് ശേഷം ഒന്ന് ആ ഒരു സൈഡ് ഞാൻ അടിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. കണ്ടോ, ഈ ഒരു ഭാഗം അടിക്കാണ്ട് വിട്ടതിന് ശേഷം നെക്സ്റ്റ് ഭാഗം തൊട്ടാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടുണ്ടായത് ഞാനൊരു സ്മോൾ ബിസിനസ് എന്ന നിലയിൽ സ്ക്രഞ്ചീസ് ചെയ്യുന്ന വീഡിയോസാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പേ എക്സൽ ലാർജ് മീഡിയം മിനി സ്കിന്നി ഈ ഒരു ടൈപ്പ് സ്ക്രഞ്ചീസൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് മുമ്പേ ഉള്ള കുറേ വീഡിയോസിന് മുന്നേ ഉള്ള വീഡിയോസൊക്കെ കണ്ടോക്കി, ഒരു വർഷം മുമ്പിലെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ അകത്ത് ഞാൻ വേറെയും ഒരുപാട് സ്ക്രഞ്ചീസും എങ്ങനെ ഞാൻ എൻ്റെ ബിസിനസ് തുടങ്ങി എന്നൊക്കെയുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഒരുപാട് സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകേണ്ടി വരും, കാരണം മുന്നേ ഉള്ള വീഡിയോ ആണ്. നോക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഒരു സ്മോൾ ബിസിനസ്സാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങളെ കൊണ്ടാവുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം. ഇതിനൊരു റേറ്റ് ഇട്ടതിന് ശേഷം റേറ്റിൻ്റെ വീഡിയോ ഞാൻ ഇൻഷാല്ലാ അപ്ലോഡ് ആക്കുന്നതാണ്, ഓരോ സൈസിൻ്റെ റേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ആദ്യം തന്നെ ക്ലോത്ത് ഒന്നും വാങ്ങിയിട്ട് ചെയ്യരുത്. നിങ്ങൾ ആദ്യം നിങ്ങളെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ക്ലോത്ത് വെച്ച് ഒന്ന് ഞാൻ പറഞ്ഞ മെഷർമെൻറ്റിലൊന്ന് അടിച്ച് നോക്കുക. വളരെ സിമ്പിളാണ്, നല്ല സാറ്റിസ്ഫാക്ഷനാണ് എനിക്ക് ചെയ്യുമ്പോൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കും ഇഷ്ടമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ക്ലോത്ത് നമ്മളിപ്പോൾ അടിച്ച ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം, ഉൾവശം. അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കലാണ്. അപ്പോൾ നിങ്ങളെ കൊണ്ടാവും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക, ഇതുപോലെ സ്ക്രഞ്ചീസൊക്കെ അടിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്താക്കുക, നിങ്ങൾ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ വാട്സപ്പ് വഴിയും ഇൻസ്റ്റാ വഴിയും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താവും, അപ്പോൾ അവരൊക്കെ നിങ്ങളോട് വാങ്ങും. അങ്ങനെ നമ്മൾ ഞാൻ കറക്റ്റ് പറയുന്നുണ്ട്, ഓരോ അളവും ഓരോ സെൻറ്റിമീറ്റർ ബേസ് അല്ല, ഇഞ്ച് ബേസാണ് ഞാൻ ഇതുവരെയുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ഇനി ഞാൻ സെൻറ്റിമീറ്ററും കൂടെ പറയും. അപ്പോൾ എനിക്ക് 2-3 കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു സെൻറ്റിമീറ്റർ അളവിൽ പറഞ്ഞു തരുമോ ചോദിച്ചിട്ട്. അതുകൊണ്ട് ഞാനുള്ള വീഡിയോസിൽ സെൻറ്റിമീറ്ററും ഇഞ്ചും പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് എന്താക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഓരോ വീഡിയോസായിരിക്കും ഞാൻ ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ സംഭവം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളെന്താക്കുക, നിങ്ങളെ കയ്യിലുള്ള ക്ലോത്ത് വെച്ചിട്ട് ചെയ്യാമല്ലോ. പിന്നെ ഏത് ക്ലോത്തിലാണ് ചെയ്യുന്നത് ചോദിക്കലുണ്ട്. സാറ്റിൻ ക്ലോത്ത് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. എനിക്കിഷ്ടം സാറ്റിൻ ക്ലോത്താണ്. ഞാൻ സാറ്റിൻ ക്ലോത്ത് വെച്ചാണ് ചെയ്യൽ. അപ്പോൾ ഞാനിത് തിരിച്ചിട്ടെടുത്തതിന് ശേഷം ഉള്ളിലുള്ള തുണിയൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാമെന്ന്. കാരണം ആ ഒരു ഭാഗം നല്ല നീറ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് വിരലിട്ടതിന് ശേഷം ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കാമെന്ന്. അല്ലെങ്കിൽ നമുക്ക് കത്രിക വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ കിട്ടും. അപ്പം ഞാൻ കാണിച്ചു തരാം. വിരിച്ചിട്ട് കണ്ടോ, താഴ്ഭാഗം വലുതും മുകൾഭാഗം ചെറുതും. ഇനി നമുക്ക് എലാസ്റ്റിക് ഒന്നും ഇതിൻ്റെ ആവശ്യമില്ല. 12 സെൻറ്റിമീറ്റർ അളവ് താഴ്ന്ന് മുകളിലോട്ടായിട്ട് വെച്ച് കൊടുക്കണം. 12 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. കണ്ടോ, 12 സെൻറ്റിമീറ്റർ താഴെ, അതായത് വീതിയുള്ള വശം താഴ്ഭാഗത്തായിരിക്കണം. 12 സെൻറ്റിമീറ്റർ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ടായിട്ട് മടക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതവിടെ വെച്ചതിന് ശേഷം 12 സെൻറ്റിമീറ്റർ കറക്റ്റ് നോക്കിയിട്ട് ഇതുപോലെ മടക്കി കൊടുക്കണം. ഇനി നമുക്ക് ഫുള്ളായിട്ട് താഴോട്ടേക്ക് ആക്കി കൊടുക്കരുത്. ആ ഒരു ഭാഗം, ഈ ഒരു കളറ് ക്ലോത്ത് ആയതുകൊണ്ട് വ്യക്തമല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, സ്ക്രീനിൽ ഒരു ലൈറ്റ് ഒന്ന് കൂട്ടിയിട്ട് കണ്ടോ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളവിടെ ചെറിയൊരു ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗം 4 സെൻറ്റിമീറ്റർ മുകളിലോട്ടേക്ക് എടുത്തു കൊടുക്കണം. അതായത് താഴ്ന്ന് മുകളിലോട്ട് 4 സെൻറ്റിമീറ്റർ എടുത്തു കൊടുക്കണം. സത്യം പറഞ്ഞാൽ എനിക്കിത് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. കാരണം ഞാനൊരു ബ്ലാക്ക് തുണി പോലെയാണ് ഇതിൻ്റെ അത് കാണുന്നത്. അപ്പോൾ മുകളിൽ നിന്നത്തെ തുണി 12 സെൻറ്റിമീറ്റർ അടിഭാഗത്തും മുകൾ ഭാഗത്ത് 4 സെൻറ്റിമീറ്ററും കൂടെ കൊടുത്ത് ബാക്കി ഭാഗം ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്നും കൂടെ റീപ്ലേ ചെയ്തിട്ട് കണ്ട് നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം 2 തുണിയും താഴെ ഭാഗത്ത് 4 സെൻറ്റിമീറ്ററും അതിൻ്റെ ഫസ്റ്റ് നമ്മൾ 12 സെൻറ്റിമീറ്റർ എടുത്ത് അത് കഴിഞ്ഞൊന്ന് മടക്കി കൊടുത്ത് എന്നിട്ട് 4 സെൻറ്റിമീറ്റർ എടുക്കാമെന്ന് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻറ്റർ പാർട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടില്ല. ഇതിൻ്റെ ഒരു സെൻറ്റർ പാർട്ട് എന്ന് പറയുന്നത്
5 ഇഞ്ചാണ്. ആ ഒരു 5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് താഴ്ന്ന് മുകളിലോട്ടായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. മുകളിൽ നിന്ന് താഴോട്ടായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. ഇനി നമുക്ക് നമ്മളിത് ബോ ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് പിടിക്കുക. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ബോ നമുക്ക് കിട്ടും. ഇതാക്കണ്ടോ? അപ്പോൾ നമ്മുടെ ബോ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു നൂല് വെച്ചിട്ട് ഇതൊന്ന് ഇങ്ങനെ അടിഭാഗം മുൾഭാഗമായിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കണം. നമ്മുടെ കയ്യിൽ എന്ത് നൂലാണ്, ഈ ഒരു ക്ലോത്തിൻ്റെ കളറ് നൂല് തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ പണിയുള്ളൂ. ആദ്യം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നും, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള കാര്യം വെച്ചിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് നോക്കിയിട്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. സെയിം സാധനം തന്നെ ഞാൻ ഇൻഷാ അല്ലാഹ് വേറൊരു ക്ലോത്തിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ തന്നെ ഒന്ന് മടക്കി കെട്ടിക്കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള നമ്മുടെ എക്സൽ സ്ക്രഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എക്സൽ തന്നെ പറയാം, എക്സൽ പറയാം. അത്രയും വലുതാണ്. എക്സലിൻ്റെ അത്ര വലിയതൊന്നുമല്ല, എന്നാലും എക്സൽ സ്ക്രഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതെന്താക്കാം, ഒന്ന് കെട്ടിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്കെന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ നൂലൊന്നും മറക്കേണ്ട ഭാഗത്തിൽ നമുക്ക് എന്താക്കണം, ഒരു ക്ലോത്ത് സെറ്റാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ 3 ഇഞ്ച് അടയാളത്തിൽ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. വീതി വന്നിട്ട് ഞാൻ എടുക്കുന്നത് ഒരു 6 ഇഞ്ച് മതി. 7 ഇഞ്ച് എടുത്തിട്ടുള്ളത്. ഇത് ഇനി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്താവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആ ഒരു നമ്മളെ ബോൻ്റെ നൂലുകൊണ്ട് നമ്മളിപ്പോൾ കെട്ടിനല്ലോ, ആ ഭാഗം ഒന്ന് മറിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്ന് സ്റ്റിച്ചാക്കി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം. ഞാനിതാ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സേഫ്റ്റി പിന്ന് വെച്ചിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ സേഫ്റ്റി പിന്ന് ഇല്ലെങ്കിൽ നമ്മളെ കൈ വെച്ചിട്ടായാലും ഇത് തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ സേഫ്റ്റി പിന്ന് വെച്ചിട്ട് തന്നെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇതിവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ബോക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ട്വിസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഒന്ന് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം കൈ ഒന്ന് തിരിച്ച് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഈ ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് തുന്നി കൊടുക്കുകയും ചെയ്യാം. നമ്മുടെ മെഷീനിലാവുന്നില്ലെങ്കിൽ നമ്മൾ ആ ഒരു സൈഡ് ഒന്ന് തുന്നി പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുത്തുകൊണ്ട് എന്താ ഒരു കാണാനാടൊരു ഒരു മടക്ക് വന്നുകൊണ്ട് നല്ല രസമുണ്ടാവും കാണാൻ വേണ്ടിക്ക്. അപ്പോൾ ആ ഒരു ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ചാക്കി കൊടുക്കാം. അപ്പോൾ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ തുന്നി കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ തുന്നി കൊടുക്കാമെന്ന് ചെയ്തിട്ടുള്ളത്, തുന്നുകയും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തുന്നി കൊടുക്കുന്നുണ്ട്. തുന്നി കൊടുത്തതിന് ശേഷം ആ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ബാക്കി വന്നിട്ടുള്ള ആ ഒരു ക്ലോത്ത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ക്ലിപ്പ് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എക്സൽ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്യൂട്ടാണ് സംഭവം. എനിക്ക് വന്ന മിസ്റ്റേക്കാണ്, ഞാനെടുത്ത ക്ലോത്തിൻ്റെ മിസ്റ്റേക്കാണ്. ഇതൊരു ഡബിൾ ലെയർ ആയിട്ടില്ല, ഒരു എക്സൽ ബോ ആണ്. അപ്പം ഇത് ഞാൻ ഫോട്ടോസിൽ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് കാണുന്നതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു ബേസ് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളിതുപോലെ ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് എന്താവും, നിങ്ങളുടെ കയ്യിലെ ബോ സെറ്റായിരിക്കും. ഞാനിതൊരു അലിഗേറ്റർ ക്ലിപ്പ് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള അലിഗേറ്റർ ക്ലിപ്പാണിത്. അപ്പോൾ വലുതായതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ അലിഗേറ്റർ ക്ലിപ്പ് 7 ഇഞ്ചിൻ്റെ അലിഗേറ്റർ ക്ലിപ്പ് വേണ്ടി വരും. അല്ലെങ്കിൽ നമ്മളൊരു ക്ലിപ്പ് വാങ്ങിയിട്ട് അവിടെ ഒന്ന് ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ച് കൊടുക്കേണ്ടി വരും. അലിഗേറ്റർ ശരിക്കും ഞാനിവിടെ ജസ്റ്റ് വെച്ച് കൊടുത്തതേ ഉള്ളൂ, കാരണം ഇതിന് ഈ ഒരു അലിഗേറ്റർ സെറ്റ് ആവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.